ക്യാൻവയിൽ എങ്ങനെ അഡ്ജസ്റ്റ്, ക്രോപ്പ് ആൻഡ് ഫ്ലിപ്പ് ഓപ്ഷൻസ് ഉപയോഗിക്കാം എന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായി ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ്സ് ബാറിൽ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട്സ് എന്നൊരു ഇമേജ് സെർച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിക്ചർ ഇതിനായി സെലക്ട് ചെയ്യാം. ഇനി എങ്ങനെ ഈ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി എഡിറ്റ് ഇമേജ് ഓപ്ഷനിൽ പോവുക. ഇഫക്ട്സിന് തൊട്ട് അടുത്തായി അഡ്ജസ്റ്റ് ഓപ്ഷൻ കാണാം. അതിൽ ഓട്ടോ അഡ്ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ആവുന്നതാണ്. അഡ്ജസ്റ്റ് കൂടാതെ ഓരോ ഇമേജും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് താഴ്ഭാഗത്തായി കാണുന്ന ഈ ടൂളുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ടെമ്പറേച്ചറിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്. ടിൻറ്റിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ കളർ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുന്നത് കാണാം. ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഓരോ പിക്ചറിനും ആവശ്യമാകുന്ന രീതിയിലുള്ള എഡിറ്റുകൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. നിങ്ങളുടെ ഡിസൈനിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം കളർ അഡ്ജസ്റ്റുകൾ വരുത്താൻ. ഷാർപ്നെസ്, ക്ലാരിറ്റി, വിഗ്നെറ്റ് ഓരോ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഞാൻ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ ഇമേജ് എഡിറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്നാണ്. അതിനായി ഇമേജിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ശേഷം എഡിറ്റ് ഇമേജ് ഓപ്ഷനിൽ തന്നെ അഡ്ജസ്റ്റിന് തൊട്ട് അടുത്തായി കാണുന്ന ക്രോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്മാർട്ട് ക്രോപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള ആസ്പെക്ട് റേഷ്യോകൾ അവൈലബിൾ ആണ്. ഇവിടെ ഇതിൽ കാണുന്ന ഫ്രീ ഫോം ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ബാക്കി ഉള്ള ഓരോ ആസ്പെക്ട് റേഷ്യോയും ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അതിനനുസരിച്ചിട്ടുള്ള റേഷ്യോ ഇമേജസ് ലഭ്യമാകുന്നതാണ്. ഇത് ഫ്രീ ഫോമിൽ ക്രോപ്പ് ചെയ്തതാണ്. ഇനി നമുക്ക് വിവിധ ആസ്പെക്ട് റേഷ്യോകൾ നോക്കാം. 1:1, 16:9, 9:16, 5:4 ഇങ്ങനെ വിവിധ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇമേജ് ഏതെങ്കിലും ഒരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടോ റൊട്ടേറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. ശേഷം ഡൺ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോ എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാമെന്നാണ്. ഓപ്ഷനിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ക്ലിക്ക് ചെയ്യുക. ഫ്ലിപ്പ് വെർട്ടിക്കൽ ഓപ്ഷനാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലും ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇമേജിന് എങ്ങനെ ബോർഡർ നൽകാമെന്ന് നോക്കാം. അതിന് ഫ്ലിപ്പ് ഓപ്ഷന് തൊട്ടടുത്തായി കാണുന്ന ബോർഡർ സ്റ്റൈൽ ഓപ്ഷൻ നൽകുക. വിവിധ തരത്തിലുള്ള ബോർഡർ സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. ബോർഡർ വെയ്റ്റ്, കോർണർ റൗണ്ടിങ് ഈ ഓപ്ഷൻസ് ഒക്കെ ക്രമീകരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ബോർഡർ സ്റ്റൈൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ബോർഡർ വെയ്റ്റ്, കോർണർ റൗണ്ടിങ് ഇവയൊക്കെ കൂട്ടിയും കുറച്ചും ഞാനിവിടെ ബോർഡർ സ്റ്റൈലിംഗ് കാണിക്കുകയാണ്. നിങ്ങളുടെ ഇമേജിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ വേണം ബോർഡർ സ്റ്റൈൽ ക്രമീകരിക്കാൻ. ഇനി ബോർഡർ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് ബോർഡർ സ്റ്റൈലിന് തൊട്ട് അടുത്തുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആവശ്യമായ കളറുകൾ ചേഞ്ച് ചെയ്യാം. ഇനി ഞാൻ നോക്കുന്നത് ആനിമേറ്റ് ഓപ്ഷനാണ്. ഫോട്ടോ എങ്ങനെ ആനിമേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്.
പല രീതിയിലുള്ള ആനിമേറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ട്രാൻസ്പാരൻസി ഓപ്ഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഇമേജ് ട്രാൻസ്പാരൻസി കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഇമേജ് അഡ്ജസ്റ്റിംഗ്, ക്രോപ്പിംഗ്, ഫ്ലിപ്പിംഗ്, അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി, ആനിമേഷൻ ഓപ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. താങ്ക് യു ഫോർ ലിസണിംഗ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.